പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ എന്താകുമെന്ന അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിൽ നിന്നും വളരെ ആശങ്കയുളവാക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ തിങ്കളാഴ്ച വൈകിട്ട് ജെറുസലേമിലെ മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ തിങ്കളാഴ്ച വൈകുന്നേരം ഹദസ ഐൻ കിറം മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോയതായി സൂചന. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചത്. നെതന്യാഹുവിനെ ആശുപത്രിയിൽ പ്രവേശിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. തൊട്ടുപിറകെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസും ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയത്. ടൈംസ് ഓഫ് ഇസ്രയേലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ദന്തചികിത്സയ്ക്കായാണ് പ്രധാനമന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. ദന്ത ശസ്ത്രക്രിയ എന്നത് വലിയൊരു വാർത്തയല്ലെങ്കിൽ പോലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിച്ച അദ്ദേഹം രഹസ്യമായി കഴിഞ്ഞ മാസങ്ങളിൽ ചികിത്സയിലായിരുന്നുവെന്നുള്ള വിവരം ഈ അടുത്തായിരുന്നു നെതന്യാഹു പുറത്തുവിട്ടത്. ശേഷം താൻ ക്യാൻസർ മുക്തനാണെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. അതോടെ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വാർത്തകൾ ഇസ്രയേലിൽ ഒരു സെൻസിറ്റീവ് വിഷയമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നെതന്യാഹുവിന്റെ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഓഫീസ് പുറത്തുവിടുന്നില്ല. പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലവിൽ അന്തരീക്ഷത്തിൽ പ്രചരിക്കുന്നുമുണ്ട്. ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം ശക്തമാക്കാൻ കഴിഞ്ഞ ദിവസമായിരുന്നു നെതന്യാഹു ആഹ്വാനം ചെയ്തത്. തൊട്ടുപിറകെയാണ് ഈ വാർത്ത കൂടി പുറത്തുവരുന്നത്. പൊതുജനങ്ങളിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ആരോഗ്യ വിവരങ്ങൾ മറച്ചുവെച്ചതിനെ ചൊല്ലി നിരവധി വിമർശനങ്ങൾ സർക്കാരിന് ഇതിനോടകം തന്നെ കേൾക്കേണ്ടി വന്നിരുന്നു. കഴിഞ്ഞ മാസം പ്രോസ്റ്റേറ്റിലെ മാരകമായ ട്യൂമറിന് ഹഡാസയിൽ വിജയകരമായ റേഡിയേഷൻ ചികിത്സ നടത്തിയെന്ന് നെതന്യാഹു തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറഞ്ഞു. സമീപകാല യുദ്ധത്തിൽ ഇസ്രയേലിനെതിരെ ഇറാൻ വ്യാജ പ്രചരണം നടത്താൻ ഈ വിവരങ്ങൾ ഉപയോഗിക്കുമായിരുന്നുവെന്നും അദ്ദേഹം സംശയിച്ചു. 2023 ജൂലൈയിൽ നെതന്യാഹുവിന് പേസ് മേക്കർ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2024 മാർച്ചിൽ ഒരു ഹെർണിയ ശസ്ത്രക്രിയയും 2024 ഡിസംബറിൽ പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയും നെതന്യാഹു ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.